Hi friends, welcome to Jisha's Flavors. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടൊമാറ്റോ കട്ട് ചെയ്തത്, ഒരു 10-12 ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പീസ് വേണം. 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, 4 പച്ചമുളക്, 6 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഞാൻ എടുത്തത് 1 കപ്പ് സോയാ ചങ്ക്സ് ആണ്. ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് 1 കപ്പ്, അല്ലെങ്കിൽ 1/2 കപ്പ് മതിയാകും. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും. പൊടികളെല്ലാം ഞാൻ ഓരോന്നും അത് ഇടുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഗീ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കണം. ഇവിടെ മീഡിയം സൈസുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചച്ചൊവ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ആദ്യം പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് സോയാ ചങ്ക്സ് ആണ് ചേർത്ത് കൊടുത്തത്. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇവ എല്ലാം ചേർത്ത ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ റോ സ്മെല്ല് പോകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ ഒന്ന് അരച്ചതിന് ശേഷവും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾസിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. സവാളയും കാഷ്യൂനട്ടും റൈസൻസും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ ഞാൻ വെജിറ്റബിൾസും റൈസും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ചാണ് വേവിച്ചെടുക്കേണ്ടതെങ്കിൽ റൈസിൻ്റെ അളവിനനുസരിച്ച് എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ 3 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം 20 മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. നമുക്ക് അരി കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കുക്കർ നന്നായി ചൂടായതിന് ശേഷം
അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗീ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, 1 വഴനയില എന്നിവയാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ 4.5 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ച ശേഷം തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. സ്റ്റീം നന്നായി വരാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതായത് സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം കറക്റ്റ് 7 മിനിറ്റ് ആയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റണം. കുക്കറിൻ്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്ത് പോയിട്ടില്ല. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കുക്കറിലേക്ക് ആദ്യം കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ മസാല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഗരം മസാലയും കുറച്ച് സവാള ഫ്രൈ ചെയ്തതും അതിന് മുകളിലായി ഏറ്റവും മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂ നട്ട്സും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടതിന് ശേഷം നമുക്ക് ദം ചെയ്യാനായി കുക്കർ അടയ്ക്കാം. കുക്കർ എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് മൈദയൊന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. ഇപ്പോൾ ഞാൻ കുക്കർ ദോശത്തവയുടെ മുകളിൽ വെച്ചാണ് ദം ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. റൈസ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചിക്കൻ ബിരിയാണി ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.